നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴയിലാണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും 16 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ആറാട്ടുപുഴ പൂരം. തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള 23 ക്ഷേത്രങ്ങളിലെ ദേവതമാർ അണിനിരക്കുന്ന ഈ പൂരം പൂരങ്ങളുടെ മാതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതാണ്ട് 70ഓളം വരുന്ന ഗജവീരന്മാരും 200ഓളം വാദ്യമേളക്കാരും അണിനിരക്കുന്ന ആറാട്ടുപുഴ പൂരം തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ആറാട്ടുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് തൃപ്രയാർ തേവർ. തൃപ്രയാർ തേവറാണ് ആറാട്ടുപുഴ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഊരകത്തമ്മ തിരുവടി, ചേർപ്പ് ഭഗവതി, തൃപ്രയാർ തേവർ എന്നിവരാണ് ആറാട്ടുപുഴ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രധാന ദേവതമാർ. തൃപ്രയാർ തേവർ എഴുന്നള്ളി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഏറ്റവും മനോഹരവും അതിഗംഭീരവുമായ കാഴ്ചകളിലൊന്നാണ് തൃപ്രയാർ തേവരുടെ ഈ എഴുന്നള്ളിപ്പ്. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവറാണ്. ഈ തൃപ്രയാർ തേവരുടെ വലതുവശത്തായി 25 ആനകളുടെ അകമ്പടിയോടുകൂടി ചേർപ്പ് ഭഗവതിയും ഇടതുവശത്ത് 25 ആനകളുടെ അകമ്പടിയോടുകൂടി ഊരകത്തമ്മ തിരുവടിയും ചാത്തുക്കുടം ശാസ്താവും അണിനിരക്കുന്നു. നിരവധിയായ ആചാരങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഗജവീരന്മാർ ഇങ്ങനെ നടന്നു വരികയും ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഇവരെല്ലാം ഒരേ നിരയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന്. ഏതാണ്ട് 60ഓളം ഗജവീരന്മാർ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുന്നത് കാണാൻ അതിഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ്. അതിരാവിലെ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് തൃപ്രയാർ തേവർ ഇവിടെ എത്തിച്ചേരുന്നത്. അതിനുശേഷമാണ് ഈ ചടങ്ങുകളിലെല്ലാം ആരംഭം. പുലർച്ചെ 4 മണിക്ക് തുടങ്ങി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ ചടങ്ങുകളുണ്ട് ഇവിടെ. ഈ പൂരത്തിന് തലേദിവസം എത്തുന്ന ഭക്തർ ആരും തന്നെ വീട്ടിൽ പോകാറില്ല. അവർ വരുമ്പോൾ പായും കിടക്കുന്നതിനുള്ള സൗകര്യങ്ങളുമായിട്ടാണ് വരുന്നത്. വിശാലമായ ഈ പാടശേഖരത്ത് പാവിരിച്ച് കിടക്കുകയും രാവിലെ തേവരുടെ എഴുന്നള്ളിപ്പോടു കൂടിയുമാണ് എല്ലാവരും എണീക്കുന്നത്. ഏത് യുണ്ടാ
ഇങ്ങനെ ഏതാണ്ട് 70ഓളം വരുന്ന ഗജവീരന്മാർ ഒരേ നിരയിൽ എത്തുന്നതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന്. ഈ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഏതാണ്ട് രാവിലെ 9 മണി വരെ നീണ്ടു നിൽക്കും. ഇനി ശാസ്താവ് എഴുന്നള്ളുകയും തേവരെ ആനയിക്കുകയും ചെയ്യുന്ന ചടങ്ങുകളുമുണ്ട്. ഏതാണ്ട് 8 മണിയോടെയൊക്കെ അടുക്കും ആ ചടങ്ങുകളെല്ലാം ആയിത്തീരാൻ. ഞാൻ തലേദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് രാത്രി ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് 9 മണി വരെയുള്ള ചടങ്ങുകളൊന്നും ചിത്രീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.